ഒരു വില്ലനെ നമ്മൾ ഏറെ ഇഷ്ടപ്പെടാൻ ബാക്ക് സ്റ്റോറിക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. വില്ലൻ എന്ന് ഭൂരിഭാഗം സമയവും കരുതി ബാക്ക് സ്റ്റോറി കാണിച്ച് നമ്മുടെ മനസ്സ് കീഴടക്കി കുറേ വില്ലൻ കഥാപാത്രങ്ങളും ആനിം ഹിസ്റ്ററിയിൽ ഒരുപാടുണ്ട്. അവരെയെല്ലാം നമ്മൾ ബ്രോക്കൺ ഹീറോസ് എന്നും വിളിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ഒരർത്ഥത്തിലും വിളിക്കാൻ സാധിക്കാതെ തന്റെ ബുദ്ധി കൊണ്ടും സ്ക്രീൻ പ്രസൻസ് കൊണ്ടും മാത്രം ആനിം ഹിസ്റ്ററിയെ തന്നെ വിറപ്പിച്ചൊരു വില്ലനാണ് ഐസൺ എന്ന ബ്ലീച്ചിന്റെ രാജാവ്. സ്വന്തം മരണം പോലും കൃത്രിമമായി രൂപീകരിച്ച് സെൻട്രൽ 46 വരെ വഴിതെറ്റിച്ചതും ക്യാപ്റ്റൻ ഹിറ്റ്സുകയെ തെറ്റിദ്ധരിപ്പിച്ച് സ്വന്തം കൂട്ടാളികൾക്കെതിരെ തിരിച്ചുവിട്ടതും അലങ്കാറുകളെ യൂട്ടിലൈസ് ചെയ്ത് സോൾ സൊസൈറ്റിക്കെതിരെ തിരിച്ചതും ഇച്ചിഗോ ജനിച്ചപ്പോൾ മുതലുള്ള എല്ലാ കാര്യങ്ങളും തന്റെ നിയന്ത്രണത്തിലായിരുന്നെന്ന് വെളിപ്പെടുത്തിയപ്പോഴും ഐസൺ എന്ന ബുദ്ധിരാക്ഷസനെ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഐസനെ വില്ലനാക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നെങ്കിലും ഇങ്ങനെ ഒരു മെയിൻ കഥാപാത്രമാക്കണമെന്ന് ക്രിയേറ്റർ പോലും ആദ്യം വിചാരിച്ചിട്ടില്ലായിരുന്നു. കണ്ടാൽ മാന്യനെന്ന് തോന്നിക്കണമെന്നും ഉള്ളിലെ കപടത വെളിപ്പെടരുതെന്നും ഉള്ളതുകൊണ്ടാണ് കുറച്ച് നിഷ്കളങ്കമായിട്ടുള്ള ലുക്ക് കൊടുത്തത്. സോൾ റീപ്പേഴ്സിന്റെ 5th ഡിവിഷൻ കമാൻഡർ ആയിരുന്ന ഐസൺ താൻ പറയുന്ന ഓരോ വാക്കുകൾ കൊണ്ടും പലപ്പോഴും നമ്മളെ അമ്പരപ്പിച്ചു. നിങ്ങൾക്ക് ഐസനെ ഇഷ്ടമാണെങ്കിൽ അതെന്തുകൊണ്ടാണെന്ന് താഴെ ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ അനിമേ കണ്ടന്റ്സ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഇപ്പൊ തന്നെ ഫോളോ ചെയ്തേക്കുക.